ഹായ് ഫ്രണ്ട്സ്, അപ്സ്റ്റെക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോകത്തിലെ ആദ്യത്തെ ക്രിപ്റ്റോ കറൻസി അതാണ് ബിറ്റ്കോയിൻ. സഡോഷി നകമോട്ടോ അല്ലെങ്കിൽ ഒരു സ്ഥാപനമോ ഫൗണ്ട് ചെയ്തിട്ടുള്ള ലോകത്തിലെ ആദ്യത്തെ ക്രിപ്റ്റോ കറൻസിയാണ് ബിറ്റ്കോയിൻ എന്ന് പറയുന്നത്. ഇതൊരു തരം ഇലക്ട്രോണിക് കറൻസിയാണ്. അപ്പോൾ ഈ ബിറ്റ്കോയിൻ മൈൻ ചെയ്യാൻ ഡിഫിക്കൽട്ടി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഇത് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത് എങ്ങനെ ബിറ്റ്കോയിൻ നമുക്ക് ഈ മൈൻ ചെയ്യാം. അത് നമ്മുടെ വളരെ പോപ്പുലർ ആയിട്ടുള്ള മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമായ ടെലഗ്രാം യൂസ് ചെയ്തിട്ട് എങ്ങനെ ബിറ്റ്കോയിൻ മൈൻ ചെയ്യാമെന്നാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത്. ഏകദേശം 4 ലക്ഷം ഇന്ത്യൻ രൂപയാണ് ബിറ്റ്കോയിൻ്റെ ഇപ്പോഴത്തെ ഒരു റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എത്രത്തോളം പോപ്പുലറാണ് അല്ലെങ്കിൽ എത്രത്തോളം വാല്യുബിൾ ആണ് ഒരു ബിറ്റ്കോയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെ ബിറ്റ്കോയിൻ മൈൻ ചെയ്യാം എന്നുള്ളത്, അതും ടെലഗ്രാം യൂസ് ചെയ്ത് എങ്ങനെ ബിറ്റ്കോയിൻ മൈൻ ചെയ്യാം എന്നാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ ക്രിപ്റ്റോ കറൻസിയായ ബിറ്റ്കോയിൻ നമുക്കെങ്ങനെ ടെലഗ്രാം യൂസ് ചെയ്ത് മൈൻ ചെയ്യാം എന്നാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ടെലഗ്രാം ഓപ്പൺ ചെയ്യാം. ഇതിപ്പോൾ പ്ലസ് മെസ്സഞ്ചറാണ്, അതായത് ടെലഗ്രാം തന്നെയാണ്. അതിൻ്റെ API രണ്ടും സെയിം ആണ്, അതുകൊണ്ട് ടെലഗ്രാം തന്നെയാണിത്. ഓക്കെ, ഇത് ഓപ്പൺ ചെയ്യുക. ഇത് നമ്മൾ മൈൻ ചെയ്യുന്ന ബിറ്റ്കോയിൻ മൈൻ ചെയ്യുന്നത് ഒരു ബോട്ട് വെച്ചിട്ടാണ്. നമ്മുടെ ടെലഗ്രാമിൽ ബോട്ട്സ് ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു ബോട്ട് വെച്ചിട്ടാണ് നമ്മൾ ബിറ്റ്കോയിൻ മൈൻ ചെയ്യുന്നത്. നമുക്കത് സെർച്ച് ചെയ്യാം. ദിനോ പാർ ഗെയിം. ഓക്കെ, ഇതാണ് ബോട്ട് എന്ന് പറയുന്നത്. ഇതൊരു ഗെയിം പോലെ ആക്ട് ചെയ്യുന്ന ഒരു ബോട്ടാണ്. ബിറ്റ്കോയിൻ മൈൻ ചെയ്യാനായിട്ട് നമ്മെ സഹായിക്കുന്ന ഒരു ബോട്ടാണിത്. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ഈ ബോട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇത് വന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്റ്റാർട്ട് ഓപ്ഷൻ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെ ബിറ്റ്കോയിൻ മൈൻ ചെയ്യുന്നതെന്ന് നോക്കാം. ഈ കാണുന്ന ബട്ടൺ പ്രസ് ചെയ്യുക. ഇത് ബോട്ടിലെ മെനു ബാറാണ്. ഇതിൽ കുറച്ച് ഓപ്ഷൻസ് നമുക്ക് കാണാൻ കഴിയും. ദിനോസേഴ്സ്, ഫാം, ബാലൻസ് തുടങ്ങി കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അതായത് ഇതിൽ ദിനോസേഴ്സ് ഉണ്ട്. ഈ ഒരു ബോട്ടിൽ ദിനോസേഴ്സ് ഉണ്ട്. ഈ ദിനോസേഴ്സ് കുറച്ച് ഡയമണ്ട്സ് മൈൻ ചെയ്യും. ഈ ദിനോസേഴ്സാണ് ഡയമണ്ട് മൈൻ ചെയ്യുന്നത്. അപ്പോൾ ഓരോ ദിനോസേഴ്സും ഒരു നിശ്ചിത എമൗണ്ട് ഓഫ് ഡയമണ്ട്സ് ആയിരിക്കും പെർ അവറിൽ മൈൻ ചെയ്യുന്നത്. ഓക്കെ, ഈ മൈൻ ചെയ്യുന്ന ഡയമണ്ട്സ് യൂസ് ചെയ്ത് നമുക്ക് ബാഗ് ഓഫ് മണി നമുക്ക് മേടിക്കാൻ കഴിയും. ഈ ബാഗ് ഓഫ് മണി, അതായത് ബിറ്റ്കോയിൻ്റെ ടേമിൽ നമ്മൾ പറയുകയാണെങ്കിൽ സഡോഷീസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു മണി എന്ന് പറയുന്നത് നമുക്ക് ബിറ്റ്കോയിനിലേക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയും. അപ്പോൾ നമുക്ക് ദിനോസേഴ്സ് നോക്കാം. ദിനോസേഴ്സ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതിൽ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ബോയ് ദിനോസേഴ്സ്, VIP ദിനോസേഴ്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഓപ്ഷനുണ്ട്. അതായത് അതിൽ നമ്മൾ ബൈ ദിനോസേഴ്സ് എന്ന് കൊടുക്കുമ്പോൾ ഓരോ ദിനോസറിനും മേടിക്കേണ്ട അതിൻ്റെ എമൗണ്ടും നമുക്കിതിൽ കാണാൻ കഴിയും. ഇതിൽ നമുക്ക് ഡീഫോൾട്ടായിട്ട് നമുക്കൊരു ഡൈനോസർ കിട്ടും. ഒരു ബേസിക് ദിനോസറിനെയാണ് നമുക്ക് ലഭിക്കുക. ഈ ഒരു ദിനോസറിനെ യൂസ് ചെയ്ത് നമ്മൾ ഡയമണ്ട് മൈൻ ചെയ്ത് നമുക്ക് വേണമെങ്കിൽ മറ്റ് ദിനോസേഴ്സിനെ നമുക്ക് മേടിക്കാം. അല്ലെങ്കിൽ നമുക്ക് ദിനോസേഴ്സിനെ മേടിക്കുന്നതിനുള്ള മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ബിറ്റ്കോയിൻ സ്പെൻഡ് ചെയ്തത്, നമ്മുടെ കയ്യിലുള്ള ബിറ്റ്കോയിൻ സ്പെൻഡ് ചെയ്തോ അല്ലെ നമ്മുടെ കുറച്ച് എമൗണ്ട് നമ്മൾ മുടക്കി നല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ദിനോസേഴ്സിനെ നമുക്ക് മേടിക്കാൻ കഴിയും. ഓക്കെ, ഇപ്പോൾ ഞാൻ ബേസിക് ദിനോസേഴ്സിനെ ആണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഡൈമെട്രോഡോൺ എന്നാണ് ആ ദിനോസറിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഫാം ചെയ്യും. ഫാം ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഈ ദിനോസേഴ്സ് മൈൻ ചെയ്ത ഡയമണ്ട്സിൻ്റെ എണ്ണം നമുക്കറിയാൻ കഴിയും. ഓക്കെ, ഇപ്പോൾ ഏകദേശം 14,229 ഡയമണ്ട്സ് ആണ് ഉള്ളത്. ഓക്കെ, ഈ ഡയമണ്ട്സ് നമ്മൾ കളക്ട് ചെയ്യണം. ഓക്കെ, നമ്മൾ ഡയമണ്ട്സ് കളക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിനെ നമ്മളെങ്ങനെ ബാഗ് ഓഫ് മണിയിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിലെ മാർക്കറ്റ് പ്ലേസ് സെലക്ട് ചെയ്യുക. ഓക്കെ, ഈ മാർക്കറ്റ് പ്ലേസിൽ നമ്മൾ ഡയമണ്ട്സ് സെല്ല് ചെയ്ത് വേണം ബാഗ് ഓഫ് മണി നമ്മൾ കണ്ടെത്താനായിട്ട്. ഓക്കെ, ഇതിൽ നമ്മൾ സെല്ല് ചെയ്യുമ്പോഴുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ഉള്ള ഡയമണ്ട്സിൻ്റെ 70% നമുക്ക് ലഭിക്കുക. ബാക്കി 30% നമുക്ക് വിത്ഡ്രോ ചെയ്യാനായിട്ട് നമ്മുടെ വാളറ്റിലേക്ക് പോകുന്നതാണ്. ഓക്കെ, ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള ഡയമണ്ട്സ് സെല്ല് ചെയ്ത് ബാഗ് ഓഫ് മണി ബുy ചെയ്യുകയാണ്. ഏകദേശം ഒരു ബാഗ് ഓഫ് മണി എന്ന് പറയുന്നത് 100 ഡയമണ്ടാണ്. അപ്പോൾ 14,796 ഡയമണ്ട്സ് ഞാൻ സെല്ല് ചെയ്തപ്പോൾ എനിക്ക് ലഭിച്ചത് 104 പർച്ചേസിങ് ബാലൻസും കിട്ടി. 44 ബാഗ് ഓഫ് മണി എന്ന് പറയുന്നത് വിത്ഡ്രോവലിന് വേണ്ടി എനിക്ക് സ്പെൻഡ് ചെയ്യാം. ഓക്കെ, ഇത്തരത്തിൽ നമുക്ക് ഡയമണ്ട്സ് നമുക്ക് മൈൻ ചെയ്യാം.
ഓക്കെ, ഇപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള എൻ്റെ ബാലൻസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഏകദേശം 558 ബാങ്ക് മണി ഉണ്ട്. ഓക്കെ, ഈ എമൗണ്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് ദിനോസറിനെ പർച്ചേസ് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഞാനൊരു ദിനോസറിനെ പർച്ചേസ് ചെയ്യാം. ഓക്കെ, ഒരു ബേസിക് ഡൈനോസറിനെയാണ്. ഓക്കെ, ഡിമെട്രോഡോൺ എന്ന് പറയുന്ന ഒരു ബേസിക് ഇതിനെ നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള എമൗണ്ട് എൻ്റെ കയ്യിലുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനത് എന്നെ മേടിച്ചിട്ടുണ്ട്. ഓക്കെ, അത് പർച്ചേസ്ഡായി എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇത്തരത്തിൽ നമുക്ക് എത്രത്തോളം ദിനോസറുകളുടെ എണ്ണം കൂടാൻ കഴിയുമോ അത്രത്തോളം നമുക്ക് നമ്മുടെ മൈനിങ് കപ്പാസിറ്റി വർദ്ധിക്കുന്നതാണ്. ഓക്കെ, ഇങ്ങനെ നമുക്ക് ലഭിച്ച മൈൻ ചെയ്ത് നമ്മൾ സെല്ല് ചെയ്ത് ബാഗ് ഓഫ് മണി, അതായത് സൊഡോഷീസ് നമുക്ക് ബിറ്റ്കോയിനിലേക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയും. അതിന് ബാലൻസ് നമ്മൾ ബാലൻസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ബാലൻസ് ഫോർ വിത്ഡ്രോവൽ എന്ന് പറയുന്നത്, എൻ്റെ കയ്യിലുള്ള ബാലൻസ് ഫോർ വിത്ഡ്രോവൽ എന്ന് പറയുന്നത് 1843 ബാങ്ക് മണിയാണ്. അതായത് ഏകദേശം $11.81 തുല്യമായിട്ടുള്ള ഒരു എമൗണ്ടാണ് എൻ്റെ കയ്യിലുള്ളത്. ഇത് നമുക്ക് ബിറ്റ്കോയിനിലേക്ക് ചേഞ്ച് ചെയ്യാം. അതായത് നമ്മുടെ ബിറ്റ്കോയിൻ വാളറ്റ് അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഈ എമൗണ്ട്, അതായത് $11 ഏകദേശം 700 സംതിങ് രൂപയാണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് നമ്മുടെ ബിറ്റ്കോയിൻ വാളറ്റിലേക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയും. ഓക്കെ, അതിന് നമ്മുടെ ബിറ്റ്കോയിൻ വാളറ്റ് അഡ്രസ്സ് നമുക്കിതിൽ കൊടുത്താൽ മതിയാകും. ഇതിൽ വിത്ഡ്രോ ഫണ്ട്സ് എന്ന് ഇത് യൂസ് ചെയ്ത് നമുക്ക് വാളറ്റിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. നമ്മൾ സെറ്റിങ്സിലാണ് നമ്മൾ ബിറ്റ്കോയിൻ വാളറ്റ് അഡ്രസ്സ് നമുക്ക് കൊടുക്കേണ്ടത്. നമ്മുടെ വാളറ്റ് അഡ്രസ്സ് ഇതിൽ എൻ്റർ ചെയ്താൽ മതിയാകും. ഇത്തരത്തിൽ നമുക്ക് മൈൻ ചെയ്ത് നമുക്ക് ബിറ്റ്കോയിന് ഏൺ ചെയ്യാൻ കഴിയും. ഓക്കെ, ദിനോ പാർ ഗെയിം എന്ന് പറയുന്ന ഒരു ഗെയിം പോലെ ആക്ട് ചെയ്യുന്ന ഒരു ബോർഡ് യൂസ് ചെയ്തിട്ടാണ് നമുക്കിത് കഴിയുന്നത്. ഓക്കെ, നിങ്ങളും ടെലഗ്രാം യൂസ് ചെയ്ത് ബിറ്റ്കോയിൻ മൈൻ ചെയ്ത് നോക്കുക. ഇത് വളരെ ഈസി എന്ന് പറയാൻ കഴിയില്ല, കാരണം ഇത് ഒരുപാട് ടൈം നമ്മൾ എടുക്കുന്ന ഒരു സാധനമാണ്. ബിറ്റ്കോയിൻ്റെ വാല്യൂ പറയുകയാണെങ്കിൽ ഏകദേശം 4 ലക്ഷം രൂപയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ അധ്വാനമൊന്നും കൂടാതെ തന്നെ നമുക്ക് ബിറ്റ്കോയിൻ ഏൺ ചെയ്യാൻ കഴിയുന്ന ഒരു മെത്തേഡാണിത്. ഓക്കെ, നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.